അടൂർ കടമ്പനാട് കല്ലുകുഴിയിൽ വിനോദയാത്രയ്ക്ക് പോയ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ആനയടി നടുവിലെ മുറി കണിയാന്റയത്ത് വീട്ടിൽ അരുൺ സജിയുടെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. 6 മാസത്തേക്കാണ് സസ്പെൻഷൻ. അമിത വേഗതയിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചെന്നുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തലിലാണ് നടപടി. കൂടാതെ ബസിന്റെ ഫിറ്റ്നസും റദ്ദാക്കി. ബസിന്റെ സ്പീഡ് ഗവർണറിൽ വേഗം 95 കിലോമീറ്റർ എന്നാണ് ക്രമപ്പെടുത്തിയിരുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു. 5 ദിവസം മലപ്പുറം എടപ്പാളിൽ ഡ്രൈവർമാർക്കുള്ള റോഡ് സുരക്ഷാ ക്ലാസ്സിലും ഇയാൾ പങ്കെടുക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 6:30യോടെയാണ് ബസ് കല്ലുകുഴിയിലെ കൊടുംവളവിൽ ഇലക്ട്രിക് പോസ്റ്റ് തകർത്ത് മറിഞ്ഞത്. 33 പേർക്ക് പരിക്കേറ്റിരുന്നു. 10 മാസം പ്രായമുള്ള കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊല്ലം ഫാത്തിമ മെമ്മോറിയൽ BEd കോളേജിൽ നിന്ന് ടൂറിന് പോയവരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. ബസിന്റെ പിന്നിലെ ടയറുകൾ തേഞ്ഞു തീർന്ന നിലയിലായിരുന്നു. സംഭവത്തെക്കുറിച്ച് മുൻ പഞ്ചായത്ത് അംഗം രഞ്ജിത്ത് കല്ലുകുഴി പറയുന്നു. കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ വളവാണ് നമ്മുടെ കല്ലുകുഴി വളവ്. ഇവിടെ അന്ന് വന്ന വണ്ടി ഏകദേശം 95 മൈൽ സ്പീഡിലാണെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. തീർത്തും അതിലിരുന്ന വിദ്യാർത്ഥികളോടും ഒരു പ്രതിബദ്ധതയില്ലാത്ത രീതിയിലാണ് ആ ഡ്രൈവർ വണ്ടി ഓടിച്ചത്. കേരളത്തിലെ 90% ഡ്രൈവേഴ്സും അത്തരം രീതിയിലാണ്. അതായത് കൃത്യമായ ഒരു ഡ്രൈവിംഗ് അവർക്ക് മനസ്സിലാവുന്നില്ല. അത് കൃത്യമാണ്. അത് ഉദ്യോഗസ്ഥരുടെ പരിശോധന ഇല്ലായ്മ അതൊരു വലിയ പ്രശ്നമാണ്. ഉദ്യോഗസ്ഥർ കൃത്യമായി പരിശോധിക്കുന്നില്ല. അതും ഈ പറയുന്ന അപകടത്തിന് കാരണമായി. അതേപോലെ സ്പീഡ് ഗവർണർ 95 കിലോമീറ്റർ ആണെന്ന് പറയുമ്പോൾ ഈ വളവ് എങ്ങനെ 95 മൈൽ സ്പീഡിൽ വന്ന് തിരിയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ കയറി ഇറങ്ങിയാണ് ബസ് പോയത്. അവിടെ ആ പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ പരിശോധന കൃത്യമാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മുടെ ബസ്സിലെ, അതായത് ടൂറിസ്റ്റ് ബസ്സുകളിലെ അമിതമായ പാട്ട്, സർക്കാർ നിരോധിച്ച ഉപകരണങ്ങൾ, മൈക്ക് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ എല്ലാ ടൂറിസ്റ്റ് ബസ്സിലും ഉപയോഗിക്കുന്നുണ്ട്. അത് സർക്കാർ നിയന്ത്രിക്കേണ്ടതായിട്ട് ഉണ്ട്. അത് കൃത്യമായിട്ട് അതൊരു അപകട കാരണമാണ്. ഓവറായ സൗണ്ട് ജനങ്ങൾക്കും, അതായത് പൊതുജനങ്ങൾക്കും ടൗണുകളിൽ അത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് അന്ന് തന്നെ നെടുമങ്ങാടൊരു വണ്ടി മറിഞ്ഞു, ഇതേപോലെ മറിഞ്ഞു, ഒരാൾ മരിക്കുകയും ചെയ്തു. അപ്പം അപകടങ്ങൾ കുറയ്ക്കുക. ഈ നടന്ന അപകടങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ഇനിയും വരുന്ന തലമുറയ്ക്കെങ്കിലും അപകടങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ പറയുന്നത്. അല്ലാതെ വ്യക്തിപരമായ ആക്ഷേപങ്ങളോ ഒന്നുമല്ല. ഇനി ഒരു അപകടം ആവർത്തിക്കരുത് നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.